മിശിഹായിൽ പ്രിയമുള്ളവരെ, ആരാധനാക്രമ മത്സരത്തിൻ്റെ ഒരാണ്ട് പൂർത്തിയാവുകയും മറ്റൊരു മത്സരത്തിലേക്ക് നാം പ്രവേശിക്കുകയും ചെയ്യുകയാണ് ഈ മംഗളവാർത്ത കാലത്തിൻ്റെ ഒന്നാമത്തെ ഞായറാഴ്ച. അതുമാത്രമല്ല, ഈശോയുടെ തിരുപ്പിറവയ്ക്കായിട്ട് 25 ദിവസങ്ങൾ നാം പ്രാർത്ഥിച്ചൊരുങ്ങുന്ന നോമ്പിൻ്റെ കാലഘട്ടം കൂടിയാണ് ഈ ഒന്നാമത്തെ ഞായറാഴ്ച മുതൽ നമ്മൾ ആരംഭിക്കുന്നത്. ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 25 വരെയുള്ള വചനഭാഗങ്ങൾ. മിശിഹായ്ക്ക് വഴിയൊരുക്കുവാനായി കടന്നു വന്ന സ്നാപക യോഹന്നാന്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പാണ് സുവിശേഷത്തിന്റെ ഇതിവൃത്തം. നമ്മൾ ഒരുപാട് തവണ വായിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വചനഭാഗമാണ്. സുവിശേഷത്തിൽ സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന അധികം ആളുകളൊന്നുമില്ല. വളരെ കുറച്ച് ആളുകളിൽ തന്നെ നല്ലൊരു കുടുംബത്തിനുള്ള സ്വഭാവ സർട്ടിഫിക്കറ്റ് സുവിശേഷം കൊടുക്കുന്ന 2 വ്യക്തികളാണ് സഖറിയായും ഭാര്യ എലിസബത്തും. അവർ ദൈവത്തിൻ്റെ മുമ്പിൽ കുറ്റമറ്റവരും നീതിക്ക് വിരുദ്ധമായിട്ട് യാതൊന്നും പ്രവർത്തിക്കാത്തവരുമാണെന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നു. പക്ഷെ അതേ തുടർന്ന് തന്നെ സുവിശേഷം ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. എലിസബത്ത് വന്ധ്യയായിരുന്നുവെന്നും അവർക്ക് മക്കളുണ്ടായിരുന്നില്ല എന്നുള്ളത്. ഈ കാലത്ത് പോലും മക്കളില്ലാത്തത് തീർച്ചയായും ഒരു ദുഃഖകരമായ കാര്യമാണ്. അങ്ങനെയെങ്കിൽ മക്കളില്ലായ്മ ഒരു ദൈവശാപമായി കണ്ടിരുന്ന ഒരു കാലത്ത് എത്രയോ വേദനാജനകമായ കാര്യമായിരിക്കും ആ ദമ്പതികൾ കടന്നു പോയിട്ടുണ്ടാവുക. പക്ഷെ അപ്പോഴും കാത്തിരിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പുണ്യം. പലപ്പോഴും ഇന്ന് നഷ്ടപ്പെടുന്ന ഒരു കാര്യം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇത്തരം ഒരു കാത്തിരിപ്പാണ്. എല്ലാം പെട്ടെന്ന് ഞൊടിയിടയിൽ സംഭവിക്കണം എന്നൊരു തിടുക്കം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എവിടെയൊക്കെയോ കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ചില സ്ഥലങ്ങളിലേക്ക് പോയി പ്രാർത്ഥിക്കുവാനൊക്കെ വലിയ ആവേശം കാണിക്കും. അവിടെ ചെന്നാൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കും എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് പലപ്പോഴും പല ധ്യാന കേന്ദ്രങ്ങളിലേക്കോ അല്ലെങ്കിൽ ആത്മീയ ശുശ്രൂഷകൾ നടക്കുന്നിടത്തേക്കോ ഒക്കെ പോകുന്നതിന് പിന്നിലെ ഒരു ശതോപകാരം. പക്ഷേ സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, കാത്തിരിക്കുക എന്നതും പുണ്യമാണ്. ക്ഷമയോടുകൂടി കാത്തിരിക്കുക എന്നത് ഒരു പുണ്യമായി നമ്മൾ കരുതേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പത്രോസ്ലീഹ തന്റെ ലേഖനത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുക, തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളുമെന്ന്. ആ തക്ക സമയം പലപ്പോഴും നമ്മുടെ സമയമായി നമ്മൾ തെറ്റിദ്ധരിക്കുകയും അതിനുവേണ്ടിയാണ് നമ്മൾ പരക്കം പായുകയും ചെയ്യുന്നു. മറിച്ച് ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി താഴ്മയോടെ കാത്തിരുന്നാൽ തീർച്ചയായിട്ടും എലിസബത്തിന്റെയും സഖറിയായുടെയും ജീവിതത്തിൽ സംഭവിച്ചതുപോലെ ദൈവത്തിന്റെ സമ്മാനം യോഹന്നാൻ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കും. യോഹന്നാൻ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ കരുണയുടെ സമ്മാനമെന്നാണ്. കാത്തിരിപ്പിന് ദൈവം കൊടുത്തൊരു സമ്മാനമാണ് യോഹന്നാൻ. അതുകൊണ്ട് സുവിശേഷം ഓർമ്മിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം ക്ഷമയോടുകൂടി പ്രാർത്ഥനയോടുകൂടി ദൈവിക പദ്ധതികൾക്കായിട്ട് കാത്തിരിക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ദൈവിക പദ്ധതിക്കായി കാത്തിരുന്ന എലിസബത്തിനും സഖറിയായിക്കും യോഹന്നാൻ എന്ന മകൻ ഉണ്ടാകുമ്പോൾ സഖറിയായുടെ ജീവിതത്തെ ഒരല്പകാലത്തേക്കെങ്കിലും ദൈവം മൗനമാക്കി വെക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരമുള്ള ചില മൗനങ്ങൾ നമുക്ക് ആവശ്യമാണ്. പലപ്പോഴും ആത്മീയ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒരപകടം, വലിയ ആഘോഷങ്ങളുടെ പിന്നാലെയും വലിയ ബഹളങ്ങളുടെ പിന്നാലെയും ഒക്കെ നമ്മൾ പരക്കം പായുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന സമ്മാനത്തെ കുറിച്ച് ഒരല്പനേരം മൗനമായിരുന്ന് ധ്യാനിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ ഒക്കെ നമ്മൾ മറന്നു പോകുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. അതുകൊണ്ട് സഖറിയായുടെ ജീവിതത്തിൽ അവിശ്വസ്തതയ്ക്കുള്ള ഒരു പരിഹാരം എന്ന് മാത്രമല്ല, ദൈവം തന്ന സമ്മാനത്തെ തിരിച്ചറിയുവാൻ ഒരല്പസമയം കൊടുത്തു എന്നുകൂടി നമ്മൾ ആ മൗനത്തെ വ്യാഖ്യാനിക്കുന്നത് നല്ലതാണെന്ന് വിചാരിക്കുക. നമുക്കും ഇപ്രകാരം ചില മൗനങ്ങൾ ജീവിതത്തിൽ ആവശ്യമാണ്. അല്ലെങ്കിൽ വെറും ഉപരിവിപ്ലവമായ ആഘോഷങ്ങളിലേക്കും ആത്മീയ ആഘോഷങ്ങളിലേക്കൊക്കെ നമ്മൾ വഴുതി വീഴുവാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ സഖറിയ ഊമയായില്ലായിരുന്നുവെങ്കിൽ തനിക്ക് ലഭിച്ച സമ്മാനത്തെ കുറിച്ച് മറ്റുള്ളവരോട്, അയൽക്കാരോടോ ബന്ധുമിത്രാദികളോടോ ഒക്കെ വാചാലനായി സംസാരിക്കുകയും ഒടുവിൽ തന്ന ദൈവത്തെ മറന്നു പോകുവാനുള്ള ഒരു സാധ്യതയും സഖറിയായ്ക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഊമനായി കഴിഞ്ഞതോടുകൂടി ഇനിയിപ്പോൾ മറ്റാരോടും പറയേണ്ടതില്ല, ദൈവത്തോട് മാത്രമേ സംസാരിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ കിട്ടിയ സമ്മാനത്തെക്കുറിച്ച് തീർച്ചയായും സഖറിയ
കൂടുതൽ അവബോധമുള്ളവനായി എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൽ നിന്ന് കാത്തിരുന്ന് സമ്മാനങ്ങൾ പ്രാപിക്കുക, അനുഗ്രഹങ്ങൾ പ്രാപിക്കുക എന്നത് മാത്രമല്ല, കിട്ടിയ സമ്മാനങ്ങളെ പ്രതി ദൈവസന്നിധിയിൽ മൗനമായിരുന്ന് കൃതജ്ഞതയോടുകൂടി ആയിരിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ മംഗളവാർത്ത കാലത്തിന്റെ 1-ാമത്തെ ഞായറാഴ്ചയിലായിരിക്കുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളൊക്കെ തിരുപ്പിറവിക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ പള്ളികളിലുമൊക്കെ നമ്മൾ മനോഹരമായ പുൽക്കൂടുകൾ നിർമ്മിക്കും, മനോഹരമായ നക്ഷത്രങ്ങൾ നമ്മൾ അലങ്കരിക്കും. ഈ അലങ്കാരങ്ങളൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഏറ്റവും വലിയ സമ്മാനം യോഹന്നാൻ തന്റെ സുവിശേഷത്തിന്റെ 3-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ ഓർമ്മിപ്പിക്കുന്നത് പോലെ പിതാവായ ദൈവം തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ലോകത്തെ അത്രയധികമായി സ്നേഹിച്ചു. അതുകൊണ്ട് ഏറ്റവും വലിയ സമ്മാനം തീർച്ചയായിട്ടും മിശിഹ തന്നെയാണ്, ലോകത്തിലേക്ക് ജനിച്ച ഈശോ തന്നെയാണ്. അതുകൊണ്ട് ആ സമ്മാനത്തെക്കുറിച്ച്, ദൈവം തന്ന സമ്മാനത്തെക്കുറിച്ച് ആഴത്തിൽ ധ്യാനിക്കുവാനും ഒരല്പസമയം ഈ ഒരുക്ക ദിവസങ്ങളിൽ, 25 നോമ്പിന്റെ ദിവസങ്ങളിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നിടത്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരുക്കം ഫലദായകമായി മാറുന്നത്. അതിന് ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.